Hey everyone, welcome to my very first YouTube vlog. So ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര മഴയും കാറ്റൊക്കെയാണ്. So I thought that this is the right time to take a video. I mean my first YouTube video. രാവിലെ എണീറ്റിട്ട് ബ്രഷൊക്കെ ചെയ്ത് നല്ല തണുത്ത വെള്ളം മുഖത്താക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് സ്കിൻ കെയർ റൂട്ടീൻ അതൊരിക്കലും ഞാൻ മുടക്കാറില്ല. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ആസ് യൂഷ്വൽ ക്ലെൻസറാണ്, ജെൻറ്റൽ ക്ലെൻസർ. ഞാൻ സെറ്റാഫലിൻ്റെ ജെൻറ്റൽ ക്ലെൻസറാണ് ഉപയോഗിക്കാറ്. അത് കഴിഞ്ഞ് ടോണർ, മേക്കപ്പ് പ്രോഡക്റ്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ടൈനി ഡേർട്ടി തിങ്സ് ഉണ്ടെങ്കിൽ നമുക്കത് പോകാൻ വേണ്ടിയിട്ട് ഞാനത് ലൈറ്റായിട്ട് ടോണർ യൂസ് ചെയ്യാറുണ്ട്. അതിപ്പം രാവിലെയും ഞാൻ യൂസ് ചെയ്യാറുണ്ട്, രാത്രിയും യൂസ് ചെയ്യാറുണ്ട്. മേക്കപ്പ് ഇട്ട് ഒരു ടൈമാണെങ്കിൽ അത്യാവശ്യം എമൗണ്ട് എടുത്തിട്ടാണ് അത് യൂസ് ചെയ്യാറ്. ജസ്റ്റ് ഒരു ക്ലീൻ ടവലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡോ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ആക്റ്റീവ് സെറം അല്ലെങ്കിൽ ഓർഡിനറിയുടെ നിയാനിസമൈഡാണ് ഞാൻ യൂസ് ചെയ്യാറ്. സോ ഇന്ന് ആക്റ്റീവ് സെറവും നിയാനിസമൈഡും ഒപ്പം ഒരുമിച്ച് ഉപയോഗിക്കാറില്ല, ഏതെങ്കിലും ഒരെണ്ണമാണ് ഒരു ടൈം യൂസ് ചെയ്യാറ്. സോ ഇന്ന് ഞാൻ ഓർഡിനറിയുടെ പ്ലിക്സിൻ്റെ ഒരു സെറമാണ് ഞാൻ യൂസ് ചെയ്തത്. അതൊരു ഡീപിഗ്മെൻറ്റേഷൻ സെറമാണ്. ലൈക്ക് ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ. സോ അവിടുത്തെ ആ ഒരു വെതർ കാരണം സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആയിപ്പോയി. സോ ചിലപ്പം അത് രണ്ടും ഒരുമിച്ചും യൂസ് ചെയ്യാറുണ്ട്, സെറവും ആക്റ്റീവ് നിയാനിസമൈഡും. അതെല്ലാം കഴിഞ്ഞ് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ തന്നെ. ഞാൻ ലാക്ടോകലാമിൻ്റെ ഒരു ജെൽ ടൈപ്പ് സാധനമാണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് എല്ലാം അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതൊക്കെയാണ് യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞ് ഓഫ് കോഴ്സ് എല്ലാം പാക്ക് ചെയ്ത് എല്ലാം എൻ്റെ പെട്ടിയിലാക്കി വെക്കും. കാരണം ഇനി അത് കഴിഞ്ഞ് രാത്രിയിലേക്കാണ് അത് യൂസ് ചെയ്യേണ്ടി വരിക. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ, അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. സോ അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി നേരെ ഹൈലൈറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് മഴയൊക്കെ ഒന്ന് പോയി, അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ. റോഡിൽ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ ഭയങ്കര മഴയായതുകൊണ്ട് ഭയങ്കര എംപ്റ്റി ആയിട്ടായിരുന്നു റോഡൊക്കെ കിടന്നുകൊണ്ടിരുന്നത്. സോ ഇന്നും അങ്ങനെ വല്ലാത്ത തിരക്കില്ല, എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ നമ്മളെപ്പോഴും വരുന്നത് ഫോക്കസ് മോളിലേക്കായിരുന്നു. പിന്നെ ഹൈലൈറ്റ് മോൾ വരുമ്പം എപ്പോഴും ഈ ഒരു വന്നു കഴിഞ്ഞപ്പം ഈ ഒരു ഏരിയയിലേക്കാണ് എപ്പോഴും വരിക, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ടൈമിൽ. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. എന്തിനാണ് ചെക്ക് ചെയ്യുന്നതെന്നൊന്നും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, കാരണം എൻ്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും സ്കിൻ കെയർ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്, അത് വാങ്ങണം. പിന്നെ നോക്കാം, എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം, ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യണം. അങ്ങനെ ഒരു ചെറിയ പ്ലാനിലാണ് വന്നിരിക്കുന്നത്. കാറൊക്കെ പാർക്ക് ചെയ്ത് ഇനി നേരെ നൈക്കയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പ്ലാൻ. അങ്ങനെ നൈക്കയിലേക്ക് പോയി നോക്കാം, അറിയില്ല കിട്ടുമെന്ന്. നൈക്കയിൽ പോയി സാധനങ്ങളെല്ലാം കിട്ടി. എനിക്കങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും വല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. സോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാനതൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ചിമ്മിനി കേക്ക് ഞാൻ കണ്ടത്. സോ ഞാൻ പണ്ട് ജോർജിയയിലായിരുന്നു പഠിച്ചത്. ആ ടൈമിലാണ് ഞാൻ ഫസ്റ്റായിട്ട് ചിമ്മിനി കേക്ക് കഴിക്കുന്നത്. അവിടുത്തെ ആ ടേസ്റ്റും ഫ്രഷ് സ്ട്രോബെറീസ്, കിവീസ് ഒക്കെ ഉള്ള ആ ഒരു ചിമ്മിനി കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും വായലുണ്ട്. അങ്ങനെയാണ് ഞാൻ അത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അവർ ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അവിടെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല വ്യത്യാസമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു ബേസിക് സാധനമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഒരു മെഷീൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അവരത് റോൾ ചെയ്യുന്നു. സിനമൺ റോളാണ് അത് മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒരു സിനമൺ ടൈപ്സ് ടേസ്റ്റാണ്. പിന്നെ അവർ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു. ഞാനൊരു ന്യൂട്ടെല്ലയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ഫ്രണ്ട് വേറെ കട്ട് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഓർഡർ ചെയ്തത്. ആൻഡ് എനിക്ക് തോന്നിയത് ഏറ്റവും മിസ്റ്റേക്കായിട്ടുള്ളൊരു സാധനം, അവർ തന്ന ആ ഒരു കപ്പാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ആ കപ്പിൽ അത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ലീക്കേജ് വരുന്നുണ്ടായിരുന്നു. സാധാരണ അതൊരു പ്ലാസ്റ്റിക് കപ്പ് ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്നത്, അങ്ങനത്തെ ഒരു കപ്പിലാണ് സാധാരണ അത് വെക്കാറ്. പക്ഷേ ഇതുവരെ പാക്കേജിങ് കുറച്ച് ഫാൻസി ആക്കി. അത് കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ലീക്കേജ് വന്നു താഴത്തോട്ട്. അങ്ങനെ ഇത് ഫസ്റ്റ് ടൈം ആണ് കേരളയിൽ വന്നിട്ടുള്ളത് ഈ ഒരു ചിമ്മിനി കേക്ക്. ഇത് ന്യൂട്ടെല്ലയും മറ്റേത് സ്റ്റഫ്ഡ് വിത്ത് റോ ഫ്രൂട്ട്സ് ആയിരുന്നു.
കഴിച്ചു നോക്കി. ടേസ്റ്റ് കുഴപ്പമില്ല, ബെറ്ററാണ്. കാരണം നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു സാധനം വന്നു എന്ന് പറയുമ്പോൾ കഴിച്ച് നോക്കുമ്പം ഓഫ് കോഴ്സ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ടേസ്റ്റ്. ചിമ്നി കേക്കാന്ന് പറയില്ലായിരുന്നു, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. പിന്നെ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി വന്നു, സൽക്കാരത്തിലെ ബിരിയാണി, ആർക്കും ഇഷ്ടമില്ലാത്തതല്ലേ. അങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ പറഞ്ഞു, കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്താലോ. കാരണം അവിടെ ചുറ്റിക്കറങ്ങിയിട്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോവാം. ജസ്റ്റ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത് വീട്ടിലെ പോണ്ടാണ് കേട്ടോ. മഴയൊക്കെ പെയ്തപ്പോൾ അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ആ ഒരു മഴേൻ്റെ ഒച്ചയും അത് നേരെ വെള്ളത്തിലേക്ക് ചാടുന്ന ആ ഒരു ഫീലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു കാണാൻ. അങ്ങനെ ഞാൻ വിചാരിച്ചു തൊട്ടപ്പുറത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ വീട്ടിൽ പോകാൻ. അങ്ങനെ അവൻ്റെ വീട്ടിൽ പോയി. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, റയാൻ ഭയങ്കര സിംഗറൊക്കെയാണ്. സോ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകൾ ചേർന്ന് അങ്ങോട്ട് പോയി. അവൻ്റെ പുതിയ മ്യൂസിക്കൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം ഇരുന്നു. മൈൻഡൊക്കെ റിലാക്സ്ഡായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് എക്സാം. ഇത് റിയോ, റയാൻ്റെ പൂച്ചക്കുഞ്ഞാണ്. അങ്ങനെ ഞാൻ അതിനെയൊക്കെ കളിപ്പിച്ച് കുറേ പാട്ടൊക്കെ കേട്ട് തിരിച്ച് എന്നെ വീട്ടിലേക്ക് ആക്കി തരികയാണ് അവർ. ജസ്റ്റ് ഇങ്ങനെ പോരുന്ന വഴിയിൽ കുറച്ച് വീഡിയോസൊക്കെ ക്ലിപ്പിങ്സൊക്കെ എടുത്തു. നേരെ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗോതീശ്വരം ബീച്ചിൽ പോയി. അവിടെ കുറച്ച് നേരം കളിച്ചു. കുറേ നേരം ലൈഫിലെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. ലൈഫ് എന്നെ എത്തിച്ച കുറേ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആലോചിച്ചിരുന്ന് കുറേ കളിച്ചു. ചെറിയ പ്രായത്തിൽ കളിക്കുന്ന പോലെ അങ്ങനെ കുറേ ഓടിക്കളിച്ചു. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. ഇത് ഗോതീശ്വരത്തിൻ്റെ ഒരു സൈഡാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല മഴ ഉണ്ടായിരുന്നു ആ ടൈമിൽ പോയപ്പം എടുത്തതാണ്. വേവ്സൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. രാത്രി വരെ നിൽക്കാൻ വിചാരിച്ചു. ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് വൈൽഡായിപ്പോയി വേവൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് കുറേ നേരം ഇരുന്ന് അതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു പ്രത്യേകതരം മൂഡായിരുന്നു അത്. ഒരു നല്ലൊരു വൈബായിരുന്നു അത്. അങ്ങനെ തിരിച്ചു പോകാൻ വിചാരിച്ചു. ലേറ്റായി. വീട്ടിലെത്തി. മഴ മഴ വീണ്ടും തുടങ്ങി. മഴയായി, ഇടിമിന്നലായി, അങ്ങനെ കുറേ അങ്ങനെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ തെറ്റും മിസ്റ്റേക്സും കുറേ ഉണ്ടാവും. ബിക്കോസ് ഞാനിതിലേക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നതെല്ലാം ഫസ്റ്റ് ടൈമാണ്. സോ ബാക്കിയുള്ള വീഡിയോസിൽ ഇനി പതിയെ എന്നെക്കുറിച്ചും എൻ്റെ ഫാമിലിയെക്കുറിച്ചും എൻ്റെ കരിയറിനെ കുറിച്ചും എല്ലാം പറയാം. അതുപോലെ ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ കുറേ വീഡിയോസ് ഇടുന്നുണ്ട്. സോ യെസ്, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ലവ് ആൻഡ് ഹഗ്സ്.